അപ്പോൾ നമുക്ക് ഷൂ ഒട്ടിക്കാൻ ആവശ്യമായിട്ട് ഇതുപോലെ ക്ലിയർ RVT, അത് ഏത് ബ്രാൻഡിൻ്റെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്ലിയർ ആയിട്ടുള്ള, അതായത് വൈറ്റ് കളറ് ഉള്ള സിലിക്കോൺ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഏകദേശം പ്രൈസ് വരുന്നത് 100 രൂപ 50 രൂപയുടെ ഒക്കെ ഉള്ളിലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് വണ്ടിയുടെ സ്പെയർ പാർട്സുകൾ, അതുപോലെ തന്നെ പെയിൻറ്റ് ഷോപ്പ് എന്നീ സ്ഥലങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വാങ്ങിക്കാം. വൈറ്റ് കളർ, അതായത് ഈ കാണുന്ന ആ ഒരു വൈറ്റ് കളറ് തന്നെ വാങ്ങിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം വൈറ്റ് കളർ ആയതുകൊണ്ട് സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാലും ബാക്കിയുള്ള വൃത്തിയായിട്ട ഒരു ലുക്കൊന്നും ഉണ്ടാവില്ല. കുറച്ച് കാണാൻ നന്നായിട്ടൊക്കെ ഉണ്ടാവും. അത്യാവശ്യം പുറത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതൊരു അത്ര എടുത്ത് കാണിക്കില്ല. അപ്പം ഗമ്മ് ഒട്ടിക്കുന്ന സമയത്ത് പുറം ഏരിയയിലൊക്കെ സ്പ്രെഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഷൂ ഇതുപോലെ ലൈസ് ഇളകിയിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ട് നമ്മൾ ഇളക്കണമെന്നില്ല. ഇപ്പോൾ ഇവിടെ ഉള്ളത് വുഡ്ലാൻഡിൻ്റെ ഒരു ഷൂ ആണ്, നല്ല കോസ്റ്റ്ലി ആണ്. ഇപ്പോൾ അത്യാവശ്യം മഴയൊക്കെ നനഞ്ഞുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷനിലുള്ളത്. അപ്പം പെട്ടെന്ന് നമുക്ക് ഇത്രയും റേറ്റുള്ളൊരു സാധനം പെട്ടെന്ന് 1 year ഒക്കെയാണ് വാറണ്ടി വരിക. അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ വരും. ഇതേപോലെ ഒട്ടിക്കുക. അതുപോലെ തന്നെ ഉള്ളിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഉള്ളിൽ കൈയിടുക, അത് വെച്ച് വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിവിടെ വേണ്ടുന്നത് ഇതുപോലെയുള്ള ഗം ടേപ്പാണ്. അത്യാവശ്യം നമുക്ക് ഗം ടേപ്പ് ഉണ്ടെങ്കിൽ ഗം ടേപ്പ് യൂസ് ചെയ്യാം. അതല്ല എന്നുള്ള രീതിയൊക്കെ ആണെങ്കിൽ നമുക്ക് കയറോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ലൈസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ക്രോസിലൊന്ന് ടൈറ്റിൽ ഒന്ന് ഇത് ടാപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ റൗണ്ടായിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് റാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ഏകദേശം നമ്മൾ 1 day വെച്ചാൽ മതിയാവും. കറക്റ്റ് 1 day അല്ലെങ്കിൽ 2 day വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത്രയും ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇതുപോലെയുള്ള രീതിയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഗമ്മൊക്കെ ഇളകി വരാതിരിക്കാൻ വേണ്ടി, സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 8 hours അല്ലെങ്കിൽ 12 hours ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇളകി പോകാതിരിക്കാൻ വേണ്ടി സൂപ്പർ ഗ്ലൂ ഒക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഫെയിൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഒരു ഷൂവും നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ഏരിയ ഒക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആണ്. ഞാനിതിൽ സൂപ്പർ ഗ്ലൂ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഫെവിക്വിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് ലെതർ ആയതുകൊണ്ട് തന്നെ ഇതിൽ കറക്റ്റ് സ്യൂട്ട് ആവുന്നില്ല. അപ്പോൾ ഞാൻ വേറെ വീഡിയോസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വണ്ടിയുടെ നമ്മൾ എൻജിൻ്റെ പാർട്ടൊക്കെ, അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസ് ഒട്ടിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന അതേ സെയിം സിലിക്കോൺ തന്നെയാണ് ഇതും. അപ്പോൾ നമുക്ക് ഇത് ചീപ്പായിട്ട് നമുക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ നമുക്ക് പൈസ സേവ് ചെയ്യുകയും ചെയ്യാം. ഇതൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാലൊരു റബ്ബർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലായിട്ട് ഇത് മാറും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇളകുമോ അല്ലെങ്കിൽ വേറെ പൊടിഞ്ഞു പോവുമോ, അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. സൂപ്പർ ഗ്ലൂ ഇതിന് സ്യൂട്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഷൂവും ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒന്നുകൂടി നമ്മൾ കംഫർട്ടായിട്ട് ടൈറ്റായിട്ട് 1 day വെക്കേണ്ട ഒരാവശ്യമുള്ളത് കൊണ്ട് തന്നെ കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമുക്കിതുപോലെ ഗം ടേപ്പ്, വലിയ ഗം ടേപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഗ്ലാസ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു 1 day ആണ് ഇതിൻ്റെ ടൈമിങ് പറയുന്നത്. 1 day പെർഫെക്റ്റായിട്ട് ഇത് ഒട്ടുന്നതാണ്. അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഗമ്മ് വൈറ്റ് കളർ തന്നെ യൂസ് ചെയ്യാം. ഇപ്പം ബ്ലാക്കൊക്കെ ആണെങ്കിൽ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലാക്ക് ആണെങ്കിൽ നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം പുറത്തോട്ടൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എടുത്ത് കാണിക്കുക, അതൊരു വൃത്തിയായിട്ട് തന്നെ ആയിരിക്കും. ഇതിപ്പോൾ 1 day ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് റിമൂവ് ചെയ്ത് നോക്കുകയാണ്. വെക്കുമ്പോൾ അധികം എന്താ പറയുക, ആരും പോകാത്തൊരു ഏരിയയിലൊക്കെ വെക്കുക. ചിലപ്പോൾ തട്ട് ഇതൊക്കെ ആണെങ്കിൽ ആ ഗമ്മൊക്കെ പുറത്തോട്ട് വരും, കറക്റ്റായിട്ട് ഒട്ടിയുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. ഇതിപ്പോൾ 1 day സേഫായിട്ട് എവിടെ വെക്കുക. ഇതുപോലെ നമ്മൾ സീസേഴ്സ് വെച്ചിട്ട് ബാക്കിയുള്ള ഏരിയയൊക്കെ റാപ്പ് ചെയ്ത ഏരിയയൊക്കെ റിമൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ബിഫോർ ആൻഡ് ആഫ്റ്റർ. ബിഫോർ നിങ്ങൾക്ക് കാണാം, അതുപോലെ തന്നെ ആഫ്റ്റർ ഇതിൽ നന്നായിട്ട് ഇത് ഒട്ടിയിട്ടുണ്ട്. ഗമ്മും കാര്യങ്ങളൊന്നും അധികം വൃത്തികളൊന്നും ആയിട്ടില്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള കലകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇത്രയും പൈസയുടെ ഷൂ നമുക്ക് ഇപ്പോൾ ലെതറാണിത്, ലെതറും ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് അതിൽ വരുന്ന സോളും, അതുപോലെ തന്നെ ലെതറായിട്ടുള്ള മെറ്റീരിയലും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ആയിട്ടുള്ള ആ ഒരു ഷൂ നമ്മൾ റാപ്പ് ചെയ്തത് അതും റിമൂവ് ചെയ്യാണ്.
ഒരു ഇതിൻ്റെ ഇപ്പോൾ സെക്കൻഡായിട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് ആ ഫ്രണ്ട് സൈഡ് മൊത്തമായിട്ട് ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതായിട്ട് അത് ഫിക്സഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണാം, പൂർണ്ണമായിട്ട് അത് ഇളകിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ നല്ല ഹാർഡിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പം ഒടിയുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ സിലിക്കോൺ നല്ലൊരു മെറ്റീരിയലാണ്. നമ്മൾ ഫ്രണ്ട് ഷൂസൊക്കെ എന്ന് പറയുമ്പോൾ പല ആംഗിളിലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷൂ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ബിഫോർ ആൻഡ് ആഫ്റ്റർ. അതിലിപ്പം നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നല്ല റിസൾട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ വ്യൂസ് ആണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള കമൻറ്റ്സ്, സെഷൻസ് എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.